നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോകുന്നു. പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്നു. ഹോർമുസ് കടലിടുക്കിൽ 2 കപ്പലുകൾ ഇറാൻ സൈന്യം ആക്രമിച്ചുവെന്ന് അമേരിക്ക പറയുകയാണ്. ഇറാന് നേരെ അമേരിക്ക പ്രത്യാക്രമണം നടത്തുമെന്ന റിപ്പോർട്ടുകൾ. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാരം അവസാനിക്കുന്നതുവരെ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാനാണ് അമേരിക്ക ഇറാനും ഒരു കരാറുണ്ടാക്കിയത്. അത് അവസാനിച്ചതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആക്രമണം വന്നിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ഇറാനെതിരെ അമേരിക്ക തിരിച്ചടിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഹോർമുസ് കടലിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം ഒരു 2 മിസൈലുകളെങ്കിലും പ്രയോഗിച്ചതായിട്ടാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ആക്സിയോസ് ആണ് ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇതോടെയാണ് ഈ 3 ആഴ്ച മുമ്പ് 2 രാജ്യങ്ങളും ഒരു മെമ്മോറാണ്ടം ഒപ്പുവെച്ചിരുന്നു. അത് തന്നെ ഇല്ലാതാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒമാൻ തീരത്തിന് സമീപം അത് തെക്കോട്ട് സഞ്ചരിക്കുകയായിരുന്ന ഒരു എണ്ണക്കപ്പലും അതിന് നേരെ ഒരു അജ്ഞാതമായ ഒരു വസ്തു പതിച്ച് തീ പിടിച്ചതായിട്ട് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ടും വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ കപ്പലായിരിക്കും അവർ പറയുന്നത്. ഈ 2 കപ്പലുകൾക്കും വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആളപായം ഒന്നും ഇല്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അതേസമയം ഇറാന്റെ ഈ ചീഫ് ജസ്റ്റിസായി ഗുലാം ഹുസൈൻ മൊഹ്സെനിയെ വീണ്ടും നിയമിച്ചിരിക്കുകയാണ്. അന്തരിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കിടെയാണ് മുസ്തഫ ഖൊമേനി ഇത് സംബന്ധിച്ചുള്ള ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വിവിധ നഗരങ്ങളിലെ വിലാപയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വിശുദ്ധ നഗരമായ മഷാദിലായിരിക്കും അയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാരം നടക്കുക. അയത്തുള്ള അലി ഖൊമേനിയുടെ വിലാപയാത്ര ഈ പുണ്യനഗരമായ ഖോമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇറാഖിലെ കർബല അതുപോലെ നജാഫ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയതിനു ശേഷമായിരിക്കും മഷാദിൽ അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുക.